ഷെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതൊന്ന് പൊളിച്ച് അരിഞ്ഞെടുത്തിട്ട് വരാം. കൊണ്ടുവരാം കേട്ടോ. നമ്മൾ കപ്പ പൊളിച്ച് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോർക്കിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇറച്ചി ഒരു 250 ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ. നമ്മുടെ കപ്പ 1 കിലോയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കറി വെച്ചെടുക്കാം. നമുക്ക് ഈ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 2 കഷ്ണം കറുവപ്പട്ടയും തക്കോലവും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഈ പോർക്കിറച്ചി എന്ന് പറഞ്ഞാൽ നെയ്യുള്ളതാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല. ആവശ്യത്തിന് കുറച്ച് ഇറച്ചിയല്ലേ ഉള്ളൂ, അതിന് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ള പൊടികൾ. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, നമ്മൾ ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വിസിലൊക്കെ അടിക്കേണ്ടി വരും കേട്ടോ. നല്ല വേവുള്ളതാണ്. 2 ദിവസം മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ടായി കറി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചതാണിത്. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 4 വിസിലടിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മളെ പോർക്കിറച്ചി കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുഴയ്ക്കാനുള്ളത് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് കുഴക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുഴയ്ക്കാണ്ട് കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കുഴയ്ക്കാണ്ട് കറി കൂട്ടി കഴിക്കാം. അതല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് നമ്മൾ ഒരുപാട് അടിക്കരുത് കേട്ടോ. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഷ്ണം ഉണ്ടാവില്ല, എല്ലാം അലിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉണ്ടോ, ഇങ്ങനെ കിടക്കണം. എന്നാലോ ഇത് വെന്തിട്ടുണ്ട്. 4-5 അടി അടിച്ചു ഞാൻ. അപ്പം നമുക്കിനി കുഴച്ചെടുക്കാം. മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇറച്ചി മസാല പൊടിച്ചതാണ്. ഇറക്കി മാറ്റി വയ്ക്കാം. ഈ ചട്ടി എടുത്ത് വയ്ക്കാം. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇടാം. കുറച്ചിടുന്നു കേട്ടോ, പകുതി. നമ്മളതിൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇതേ ഇത്രയുണ്ട്. കുറച്ച് കറി ഒഴിച്ച് കൊടുക്കാം. കറികൾ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കുഴച്ചെടുത്താൽ മതി. കറിയെല്ലാം ഒന്നും അതിൽ ഒഴിക്കണമെന്നില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കുഴച്ചെടുത്താൽ മതി. എല്ലാം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുത്താൽ അത് കഴിച്ചില്ലെങ്കിലോ അപ്പോൾ വേസ്റ്റായി പോവില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ആവശ്യത്തിന് കുഴച്ചെടുക്കുക. ബാക്കി മാറ്റി വയ്ക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. പോർക്കിറച്ചിയും കപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
ഉഗ്രനാണിത്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ കറി ഇത് ഇത്ര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ കറിയൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ കപ്പയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കപ്പയും പോർക്കിറച്ചിയും കൂടെ കുഴച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.